ഇതിപ്പോ മൂന്നാമത്തെ വധശ്രമമായി. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ എത്രയുള്ളോ? സംശയം ന്യായമാണ്, തെറ്റു പറയാൻ പറ്റില്ല. അമേരിക്കൻ സീക്രട്ട് സർവീസ് അല്ലെങ്കിൽ അതേപോലുള്ള ഏജൻസികളൊക്കെ ഇതുപോലുള്ള ലോക നേതാക്കൾക്ക് സുരക്ഷ ഒരുക്കുന്നത് പ്രധാനമായിട്ട് 3 തലത്തിലാണ്: പ്രതിരോധം, ഒഴിപ്പിക്കൽ, നിർവീര്യമാക്കൽ. ഈ ട്രംപിനെതിരെയുള്ള ആക്രമണത്തിൽ ഈ ഒഴിപ്പിക്കലും നിർവീര്യമാക്കലും എന്നുള്ള ഭാഗങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് അക്രമം നടക്കുമ്പോഴേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർ ട്രംപിനെ വലയം ചെയ്യുന്നതും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം അക്രമിയെ നേരിടുന്നതെല്ലാം. പക്ഷെ പാളുന്നത് ഈ പ്രതിരോധത്തിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കഴിഞ്ഞ ദിവസം ട്രംപിന് നേരെ നടന്ന വധശ്രമം. അക്രമി നേരത്തെ ഒരു കേസിലും പ്രതിയല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും പ്രോഗ്രാം നടക്കുന്ന ഹോട്ടലിൽ റൂം എടുത്തപ്പോൾ ആർക്കും സംശയം തോന്നാതിരുന്നത്. പക്ഷേ അക്രമിയുടെ കയ്യിൽ നിന്ന് ഒരു വലിയ തോക്ക്, ഒരു ചെറിയ തോക്ക്, കുറച്ച് കത്തികൾ എന്നിവ പിടിച്ചെടുത്തതായിട്ടാണ് മാധ്യമങ്ങൾ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ ഒരു VVIP പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്നതിന് സമീപത്തുള്ള ഹോട്ടലിൽ മെറ്റൽ ഡിറ്റക്ടർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയില്ല എന്ന് പറയുന്നത് തന്നെ പ്രതിരോധത്തിൽ സംഭവിച്ച വലിയൊരു പിഴവ് തന്നെയാണ്. ഇന്ത്യയിലാണെങ്കിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ കടന്നു പോകുന്ന വാഹനങ്ങളെ ജനങ്ങളെയും ഒക്കെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ്. കാരണം അക്രമി തോക്ക് തന്നെ ഉപയോഗിക്കണമെന്നില്ലല്ലോ. സ്ഫോടന വസ്തുക്കൾ നിറച്ച വാഹനത്തിൽ വന്ന് വിസ്ഫോടനം നടത്തുന്ന ചാവേറുമാകാം. പക്ഷേ ഈ അക്രമി സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മറികടന്ന് ട്രംപിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ വാഹന പരിശോധനയൊന്നും കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇവിടെ ആണെങ്കിൽ ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തിന് 45 മീറ്റർ അകലെ മാത്രമാണ് ദേഹപരിശോധനയും മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയൊക്കെ നടക്കുന്നത്. പൊതുപരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നടത്തുന്ന ദേഹപരിശോധന എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതിവിടെ കർശനമായിട്ട് നടന്നു എന്ന് തന്നെ കരുതുക. അതുകൊണ്ടായിരിക്കും ഈ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ അയാൾ ഹാളിനോട് അടുത്തേക്ക് ഓടി വരുമ്പോൾ എല്ലാവരും അയാൾ തടയാൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ സുരക്ഷാ അപാകത എന്ന് പറയുന്നത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയും മറ്റും നടക്കുന്ന പ്രസിഡന്റ് ട്രംപ് ഇരിക്കുന്ന ഹോട്ടലിന് തൊട്ടടുത്ത് വരെ അയാൾക്ക് ആയുധങ്ങളുമായിട്ട് എത്താൻ പറ്റിയെന്നുള്ളതാണ്. മാത്രമല്ല, അകത്ത് കിടന്ന് അയാൾ പ്രസിഡന്റിന് നേരെ നിറയൊഴിക്കുകയും ചെയ്തു. അയാൾ തോക്കല്ല ഉപയോഗിച്ചിരുന്നെങ്കിലോ മറ്റേതെങ്കിലും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നെങ്കിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് അമേരിക്കൻ സെക്യൂരിറ്റി ഏജൻസിയായ FBI ഡയറക്ടർ കാഷ് പട്ടേലിന്റെ ഭാവി ഇനി എന്താവുന്നതാണ് എൻ്റെ സംശയം. 3 തവണ പ്രസിഡന്റിനെ വധശ്രമത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അടുത്തടുത്തുണ്ടാവുന്ന സുരക്ഷാ വീഴ്ചകളിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഏകദേശം 50 മീറ്റർ ചുറ്റളവിൽ മാത്രമാണ് സീക്രട്ട് സർവീസ് പ്രസിഡന്റിന് പ്രോക്സിമേറ്റ് സുരക്ഷ ഒരുക്കുന്നത്. 50 മീറ്റർ മുതൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ സുരക്ഷ ഒരുക്കേണ്ടത് FBI, ഡിസ്ട്രിക്ട് പോലീസ്, മറ്റ് പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരുടെ ചുമതലയാണ്. വധശ്രമം മുൻകൂട്ടി മനസ്സിലാക്കുന്നതിലും ശത്രു അടുത്തുവരെ എത്തുന്നത് തടയുന്നതിലും FBI ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമായതുകൊണ്ട് പട്ടേലിന്റെ ഭാവി എന്തായാലും അനിശ്ചിതത്വത്തിലാവും. അതല്ല, എന്തുകൊണ്ടാണ് ഈ 3ാം തവണയും അമേരിക്കക്കാർ തങ്ങളുടെ സ്വന്തം പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അക്കാര്യം ഒരു അന്വേഷണ പരിധിയിലും വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നികുതിയും തൊഴിലില്ലായ്മയും പലിശ നിരക്കും ഇന്ധനവിലയും എല്ലാം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അമേരിക്കൻ ജനതയുടെ ജീവിതം ദുസ്സഹമാണെന്ന് വേണം കരുതാൻ. ഇതാണോ ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു വെറുപ്പ് ട്രംപിനോട് അമേരിക്കൻ ജനതയ്ക്കുണ്ടെന്നും അത് ആഴത്തിൽ വേരുറപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം ഇത്തരം സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ.